ഞായറാഴ്ച രാത്രിയിലാണ് കൂവപ്പള്ളി കുളപ്പുറത്തുള്ള വീട്ടിൽ കട്ടപ്പന നെടുങ്കണ്ടം കല്ലാർ ഭാഗം തുരുത്തിയൽ ഷേർലി മാത്യുവിനെയും ഇവരുടെ സുഹൃത്ത് കോട്ടയം ആലുമൂട് കുരുട്ടുപറമ്പിൽ ജോബ് സക്കറിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷേർലിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ജോബ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വളരെ നാളുകളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും മറ്റു ബന്ധങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കൊലപാതക കാരണമായെന്നും പോലീസ് പറയുന്നു. കൂവപ്പള്ളിയിലെ വീട്ടിൽ കഴിഞ്ഞ 8 മാസമായി ജോബ് വരാറുണ്ടായിരുന്നു. ബന്ധുവാണെന്നാണ് ഷേർലി അയൽവാസികളോട് പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി 10:45 നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാണ് ഇവിടെ ഒരു കൊലപാതകവും ആത്മഹത്യയും നടന്നതായിട്ടുള്ള വിവരം അറിയാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോൾ പോലീസും അതുപോലെ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ ഈ മരിച്ച ആളെ പറ്റി കൂടുതലായിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ലായിരുന്നു. പിന്നീട് അവരുടെ പേര് ഷേർലി മാത്യു എന്നാണെന്നും ഇവര് ചങ്ങനാശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടെന്തോ ബിസിനസ് നടത്തുന്ന ആളാണെന്നും പിന്നീട് അറിയാനായിട്ട് സാധിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴിയൊക്കെ കൊടുത്ത് വെളുപ്പിന് ഒരു 3 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത്. ഇപ്പോൾ രാവിലെ ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അവരെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അയാളൊക്കെ അന്വേഷിച്ചപ്പോഴും ഒരു കാറിൽ പോകുന്നു അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ കണ്ടാൽ ഒന്ന് ജസ്റ്റ് വർത്താനം പറയുന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങളൊന്നും ഈ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊന്നും തന്നെ കൃത്യമായിട്ട് അറിയത്തില്ല. ഷേർലിയും ജോബും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ചൊല്ലി 1.5 മാസം മുൻപ് തർക്കം ആരംഭിച്ചിരുന്നതായും പറയപ്പെടുന്നു. നാട്ടുകാരുമായി സംസാരിക്കാറുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഷേർലി പങ്കുവച്ചിരുന്നില്ല. ഞായറാഴ്ച വൈകിട്ട് ജോബ് സക്കറിയ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് ഷേർലി സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. രാത്രി വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഇയാൾ തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതും തുടർന്ന് വീട് സീൽ ചെയ്ത ശേഷം രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതും. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.